പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഇതിലെ 5 MLAമാരും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ്. ആയതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിനിറക്കിയാൽ വിജയം കൊയ്യാമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വിവിധ സമുദായങ്ങളും വിവിധ സംസ്കാരത്തിൽ ജീവിക്കുന്നവരുമുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കണക്കാക്കുന്നത് മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയിക്കുമെന്നാണ്. ഭൂരിഭാഗം MLAമാരും മുസ്ലിങ്ങളായതു മാത്രമല്ല ഇതിനു കാരണം. UDFനുള്ള 3 MLAമാരും മുസ്ലിങ്ങൾ തന്നെയാണ്. ഇവർ വിജയിച്ചതാവട്ടെ നല്ല ഭൂരിപക്ഷത്തിലും. AICCയുടെ ഹൈക്കമാൻഡ് ആര് നിശ്ചയിച്ചാലും അത് അംഗീകരിക്കുക എന്നാണ് അതിൻ്റെ കീഴ്വഴക്കം. എല്ലാ വിഭാഗങ്ങളെയും പരിഗണിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ആരെയും നിഷേധിക്കുന്ന സമീപനം കോൺഗ്രസ് ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ പാലക്കാട് DCCയുടെ താൽപര്യം പാലക്കാട്ടുകാരനായ ഒരാൾ തന്നെ മത്സരിക്കണമെന്നാണ്. ഷാഫി പറമ്പിൽ MLA മത്സരിക്കണമെന്ന ആവശ്യം ജില്ലാ നേതൃത്വം ഉന്നയിച്ചതായാണ് അറിയുന്നത്. എന്നാൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ പോകുന്ന സംസ്ഥാന സർക്കാരിന് ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് നടക്കുന്നത് പ്രയാസം സൃഷ്ടിക്കും. ഇതുകൊണ്ടുതന്നെ മുഖ്യമന്ത്രിയടക്കമുള്ളവർ ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കാനാണ് സാധ്യത. KPCC ജനറൽ സെക്രട്ടറിയായ T സിദ്ദിഖിന്റെ പേരാണ് പ്രബലമായി പറഞ്ഞുകേൾക്കുന്നത്. LDFന്റെ സിറ്റിംഗ് MPയായ MP രാജേഷ് വെറും 1820 വോട്ടിനാണ് വിജയിച്ചത്. ആയതിനാൽ കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയിക്കാമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. പാലക്കാട്, മണ്ണാർക്കാട്, പട്ടാമ്പി എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ UDFന് നല്ല വോട്ട് ബാങ്കാണുള്ളത്. കോങ്ങാട് നിയോജക മണ്ഡലം മാറിമറിച്ചിലുകൾക്ക് സാധ്യതയുമുണ്ട്. LDFന്റെ ശക്തി കേന്ദ്രങ്ങളായ മലമ്പുഴ, ഷൊർണൂർ, ഒറ്റപ്പാലം എന്നീ നിയോജക മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയാവും UDF മുന്നേറുക. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി DCC പ്രസിഡന്റ് നയിക്കുന്ന ജനപക്ഷ ജാഥ നാളെ തുടങ്ങും. ക്യാമറാമാൻ ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.